ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള 20 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ 20 ചോദ്യം എടുത്തപ്പോഴേക്ക് തന്നെ എന്താ പറയുക, ഒരുപാട് സമയം എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ തൊഴിൽ വാർത്ത എടുത്തിട്ട് കുറച്ച് മുമ്പ് വരെ ഞാൻ എടുത്തു വെച്ച തൊഴിൽ വാർത്തകളുണ്ട്. അപ്പോൾ അതിൽ LDCൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ എവിടെയാണ് വന്നതെന്ന് നോക്കിയിട്ട്, അതായത് നമ്മൾ പഠിച്ച ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എവിടെയാണെന്ന് നോക്കി അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും എടുത്തെടുത്ത് PDF ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം മാക്സിമം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1780 ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് അതിൽ നിന്ന് എടുക്കുമ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പറും കൂടി മാറ്റാൻ നിന്നാൽ പിന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പം എന്നിട്ട് 20 ചോദ്യത്തിൽ ഇപ്പം ഞാൻ നിർത്തിയതാണ്. ഇനി അടുത്ത സെറ്റിൽ വേണമെങ്കിൽ അടുത്ത 20ഓ 30ഓ ഒക്കെ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. 1789 ഫ്രാൻസിൽ നടന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിൽ പങ്കെടുത്തവരുടെ ആവശ്യം എന്തായിരുന്നു? അപ്പം നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നും വർഷമൊക്കെ അറിയാം. ചിലപ്പോൾ പെട്ടെന്ന് അത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഭരണഘടനയ്ക്ക് രൂപം നൽകൽ എന്നുള്ളതായിരുന്നു അതിൽ പങ്കെടുത്തവരുടെ ആവശ്യം. അപ്പം നമുക്കറിയാം ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ, അതായത് 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതിൽ ഈ കോമൺസ് വരുന്നത് 3ാമത്തതിലാണ്. അപ്പോൾ അവരുടെ ആവശ്യമായിരുന്നു എന്ത്? സമത്വം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ആവശ്യത്തെ തള്ളിക്കളഞ്ഞപ്പം ഈ 3ാം എസ്റ്റേറ്റുകാർ പുറത്തുള്ള ടെന്നീസ് കോർട്ടിൽ യോഗം ചേർന്നു. ശേഷം ഒരു പുതിയ ഭരണഘടന അംഗീകരിക്കുന്നത് വരെ അവരവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1789 നടന്നത്. അപ്പം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? അതെ, ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എപ്പോഴാണ് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്? 1789 ജൂൺ 20 കേട്ടോ, ജൂൺ 20. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലോക വ്യാപാര സംഘടനയെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ശരിയല്ലാത്ത, അതായത് തെറ്റായതാ വേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. 1, നിലവിൽ വന്നത് 1995 ജനുവരി 1 എന്ന് പറയുന്നു. ശരിയാണോ? അതെ, ശരിയാണ്. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ് കേട്ടോ. 1995 ജനുവരി 1 എന്ത് നിലവിൽ വരുന്നത്? ലോക വ്യാപാര സംഘടന. അതായത് ലോക വ്യാപാര സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, 1995 ജനുവരി 1. ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ശരിയാണോ? അതെ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ആസ്ഥാനം. അടുത്തത്, ഇന്ത്യ സംഘടനയുടെ സ്ഥാപകാംഗങ്ങളിൽ ഒന്നാണ്. അതും ശരിയാണ്. നാലാമത്തതേ ഇനി ബാക്കിയുള്ളൂ, അത് തെറ്റാവണം. ഇതുവരെ നമ്മൾ ശരിയെന്ന് പറഞ്ഞു. നോക്കാം. സബ്സിഡികൾ നിലനിർത്തുക എന്നത് സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്നുകൂടി പഠിക്കാം. 1995 ജനുവരി 1 ഇത് നിലവിൽ വരുന്നത്. ആസ്ഥാനം ജനീവയാണ്. ഇതിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗാട്ട് കരാറാണ് ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ്. ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ. ഓക്കെ, അപ്പോൾ ഏതാണ് സ്റ്റേറ്റ് ജനറൽ? 1789 വിളിച്ചുകൂട്ടിയ ഫ്രഞ്ച് ചക്രവർത്തി ആരാണ്? അപ്പം സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടിയ ചക്രവർത്തി ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൂയി ഏതാണ്? ലൂയി 16 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പം ഈ ഫ്രഞ്ച് സമൂഹത്തിലെ 3 എസ്റ്റേറ്റുകൾ ഉണ്ടല്ലോ, അതിലെ പ്രതിനിധികളാണ് സ്റ്റേറ്റ് ജനറലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 1789 വിളിച്ചുകൂട്ടിയ ആരാണ്? ലൂയി 16 എന്ന ഫ്രഞ്ച് ചക്രവർത്തിയാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് ഉള്ളത്? അതെ, പുരോഹിതന്മാരാണ്. രണ്ടാമത്തതിലാണ് ആര്? പ്രഭുക്കന്മാർ. മൂന്നാമത്തതിലാണ് ആ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺസ് എന്ന്
പറയുന്നത്. ഓക്കെ, 1 പുരോഹിതന്മാർ, 2 പ്രഭുക്കന്മാർ, 3 കോമൺസ് എന്ന് പറയും. അപ്പോൾ ഇവരുടെ പ്രതിനിധികളാണ് സ്റ്റേറ്റ് ജനറലിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യമാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ഓരോന്ന് വായിച്ചു നോക്കുക. എ, ബോക്സർ കലാപം 1900 നടന്നത് ചൈനയിലാണ്. ശരിയാണോ? അതെ, ശരിയാണ്. ബി, മഞ്ജു രാജഭരണത്തിനെതിരായ വിപ്ലവം ചൈനയിൽ നടന്നത് 1906 പറയുന്നത്. അത് ശരിയാണോ? അത് എവിടെയാണ് വെക്കുക? എവിടെ വെച്ചാലും കുഴപ്പമാണല്ലോ. ഓക്കെ, എന്തായാലും 1ാമത്തെ നിങ്ങൾ വായിച്ചല്ലോ. ബോക്സർ കലാപം 1900 പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. മഞ്ജു രാജഭരണത്തിനെതിരായ വിപ്ലവം ചൈനയിൽ നടന്നത് 1906 അല്ല, 1911 നടക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ബാക്കി 2 കൂടി വായിക്കാം. മഞ്ജു ഭരണത്തിനെതിരായ വിപ്ലവം നയിച്ചത് ഡോക്ടർ സൺ യാത് സെൻ ആണ്. ശരിയാണ്. ദക്ഷിണ ചൈനയിലാണ് കുമിങ്താങ് പാർട്ടി റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത്. അതും ശരിയാണ്. ഓക്കെ, അപ്പം പ്രസ്താവന ടൈപ്പ് വരുമ്പം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരിക, ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ചോദ്യം, റഷ്യയിലെ മെൻഷെവിക്കുകളുടെ നേതാവായിരുന്നു ആര്? റഷ്യയിലെ, ശ്രദ്ധിക്കുക, മെൻഷെവിക്കുകളുടെ ചോദിച്ചത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി കെരൻസ്കി ആണ്. കെരൻസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പേരെന്താണ്? അലക്സാണ്ടർ കെരൻസ്കി ആണ്. ഓക്കെ, ബോൾഷെവിക് പാർട്ടി എന്നും കേട്ടിട്ടുണ്ടാവുമല്ലോ. മെൻഷെവിക്കും ഉണ്ട്, ബോൾഷെവിക്കും ഉണ്ട്. അതിൽ ബോൾഷെവിക്കിൻ്റെത് ആരൊക്കെയാണ് അതിൻ്റെ നേതാക്കളായിരുന്നുണ്ടായിരുന്നത്? ലെനിനും, രണ്ടാമത്തെ പേര് ചിലപ്പോൾ ചിലർക്ക് അറിയുണ്ടാവില്ല, ലെനിനെ ഒരുപാട് പരിചയം ഉണ്ടാവും, ട്രോട്സ്കിയുമാണ്. ട്രോട്സ്കി. അപ്പം ബോൾഷെവിക്കിൻ്റെ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് പാർട്ടിക്ക്? ലെനിനും ട്രോട്സ്കിയുമാണ്. മെൻഷെവിക് ആണെങ്കിൽ അലക്സാണ്ടർ കെരൻസ്കി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, സാർക്ക് സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം. അപ്പം സാർക്കിൽ ഉൾപ്പെടാത്തത് ആരാണ്? സാർക്കിൻ്റെ ഫുൾ ഫോം എന്താന്ന് പറഞ്ഞേ? സാർക്ക് എന്തൊക്കെയാണ്? എഴുതുന്നില്ല, പറയാം. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, അതാണ് സാർക്ക് എന്ന് പറയുന്നത്. ആ സംഘടനയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൽ വരുന്നത് ആരൊക്കെയാണെന്നൊന്ന് ആദ്യം പറയാം. എനിക്കിവിടെ എഴുതാൻ പറ്റിയത് ഞാൻ എഴുതാം കേട്ടോ. ഓക്കെ, ഇന്ത്യ, പിന്നെ പാകിസ്ഥാൻ, മുഴുവൻ എഴുതുന്നില്ല, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ, ഓക്കെ, ബംഗ്ലാദേശ്, പിന്നെ മാലിദ്വീപ്, അവസാനത്തത്, അതായത് ഏറ്റവും പുതിയതായിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, മാലിദ്വീപ്, അഫ്ഗാനിസ്ഥാൻ. അതിൽ ഏറ്റവും പുതുതായിട്ട് അംഗമായത് അഫ്ഗാനിസ്ഥാനാണ്. എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2007 അഫ്ഗാനിസ്ഥാൻ അതിൽ അംഗമാവുന്നത്. അപ്പോൾ ഇതിൽ പെടാത്തത് ആരാണിപ്പം? ഓപ്ഷൻ ഡി ആണ്. മ്യാൻമാർ ഈ പറഞ്ഞതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് മ്യാൻമാർ ആണ്. ബാക്കി മാലിദ്വീപ്, ശ്രീലങ്ക, ഭൂട്ടാനൊക്കെ സാർക്കിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ ആസ്ഥാനം ഒന്ന് പഠിച്ചു വെക്കണം. ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കാഠ്മണ്ഡു ആണ് കേട്ടോ. ഓക്കെ, കാഠ്മണ്ഡു ആണ് എന്തിൻ്റെ? സാർക്കിൻ്റെ ആസ്ഥാനം. ഓക്കെ, ഈ കളർ രസമുണ്ടോ? 52 ക്വസ്റ്റ്യൻ ഏതെത്തിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറ്റോ. ഓക്കെ, നാറ്റോൻ്റെ ഫുൾ ഫോം എന്താ? ആദ്യം ചോദ്യം വായിക്കാം. നാറ്റോ സൈനിക സഖ്യം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചത്. നാറ്റോൻ്റെ ഫുൾ ഫോം ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതാണ് നാറ്റോ. ഇതെപ്പോഴാണ് നിലവിൽ വരുന്നത്? 1949 ഏപ്രിൽ 4 സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1949 ഏപ്രിൽ 4 നാറ്റോ
നിലവിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നാറ്റോയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് മുമ്പുള്ള ഒരു ചോദ്യമാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് എടുത്തത്. നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ഒന്ന് നോക്കി നോക്കൂ. 1. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ശരിയാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നു. ബ്രസൽസ്, അതും ശരിയാണ്. 3. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം, അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പം നാറ്റോ വന്നത് 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് അതിൻ്റെ ആസ്ഥാനം. എന്താണ് ലക്ഷ്യം? അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. വാൾ സ്ട്രീറ്റ് ദുരന്തം, പിന്നെ കറുത്ത വ്യാഴാഴ്ച എന്നിവ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടവയാണ്? അത് ഓപ്ഷൻ സി ലോക സാമ്പത്തിക മാന്ദ്യമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ലോക സാമ്പത്തിക മാന്ദ്യം. ഇനി അടുത്ത ചോദ്യം 22. ഏതാനും വസ്തുതകൾ ചുവടെ നൽകുന്നു. ഓക്കെ, ഇത് കാണാൻ വീണ്ടും ബുദ്ധിമുട്ടാണല്ലോ. ഇതിൽ എന്താണ് വേണ്ടത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത് കേട്ടോ. ആദ്യം നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇതാണ് ഓപ്ഷൻസ്. അതായത് 1, 2, 3, 4 ഇത് 4 കാണാമല്ലോ, അത് മതി. ഇത് കണ്ടതിന് ശേഷം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഇതിൽ ഏതൊക്കെ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഒന്നാമത്തേത് വായിച്ചു നോക്കാം. ജനകീയ പരമാധികാരം എന്ന ആശയം ലോകത്തിന് നൽകി. ശരിയാണോ? അതെ, ശരിയാണ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. അതും ശരിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അതും ശരിയാണ്. അടുത്തത് ലിഖിത ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചു. ശരിയാണോ? അല്ല, ലിഖിത ഭരണഘടനയൊക്കെ നമ്മൾ അമേരിക്കയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് നാലാമത്തത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ളതാ. അപ്പം 1, 2, 3 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഏതാ നോക്കി നോക്കാം. ഓപ്ഷൻ ബി വരും. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലേ. ഏതായിരുന്നു കാലഘട്ടം? 1789 മുതൽ 1799 വരെയാണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടം വരുന്നത്. അതിലൊരു പ്രധാന ഫലങ്ങളിൽ ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏത് എന്ന് ചോദിച്ചാലും ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, അടുത്ത ചോദ്യം. ബെനിറ്റോ മുസോളിനിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തതാണ് വേണ്ടത്. ഓരോന്ന് വായിച്ചു നോക്കൂ. ഫാസിയോ ഡി കോമ്പാറ്റിമെൻറ്റോ എന്ന സംഘടന 1919 രൂപവൽക്കരിച്ചു. ബി. തൊഴിലാളി കർഷക നേതാക്കളെ അമർച്ച ചെയ്യാൻ ഫാസസ് എന്ന സായുധ സംഘടനകളെ നിയോഗിച്ചു. 3. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വധിക്കാൻ കരിങ്കുപ്പായക്കാരെ നിയോഗിച്ചു. ഡി. മെയിൻ കാഫ് എന്ന ആത്മകഥ രചിച്ചു. അപ്പം ഇതിൽ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഏതാണ് ആൻസർ വരുന്നത്? അതെ, ഓപ്ഷൻ ഡി ആണ് വരിക. മെയിൻ കാഫ് എന്ന് പറയുന്നത് മുസോളിനീൻ്റെ അല്ല. ആരുടെയാണ്? ഹിറ്റ്ലറിൻ്റെ ആണ് അല്ലേ. ഹിറ്റ്ലറിൻ്റെ ആണ്, അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ആണ് എന്ത്, മെയിൻ കാഫ് എന്ന് പറയുന്ന ആത്മകഥ. ബാക്കിയൊക്കെ ഒന്ന് പഠിക്കാം. എന്താണ്? ഫാസിയോ ഡി കോമ്പാറ്റിമെൻറ്റോ എന്ന സംഘടന 1919 രൂപവൽക്കരിച്ചു. പിന്നെ തൊഴിലാളി കർഷക നേതാക്കളെ അമർച്ച ചെയ്യാൻ ഫാസസ് എന്ന സായുധ സംഘങ്ങളെ നിയോഗിച്ചു. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വധിക്കാൻ കരിങ്കുപ്പായക്കാരെ നിയോഗിച്ചു. ഇത് നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ. കരിങ്കുപ്പായക്കാരെ നിയമിച്ചത് മുസോളിനി ആണെങ്കിൽ തവിട്ടുകുപ്പായക്കാരെ നിയമിച്ചത് ആരാണ്? അത് ഹിറ്റ്ലറാണ്. തവിട്ടുകുപ്പായക്കാരെ നിയമിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിറ്റ്ലറാണ്. അപ്പം മുസോളിനിനെ കുറിച്ചാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മുസോളിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയുടെ ഫാസിസ്റ്റ് നയങ്ങളുടെ പ്രധാന വക്താവാണ് അല്ലേ മുസോളിനി എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറയുന്നത് ഉടലെടുത്തത് തന്നെ എവിടെയാണ്? ഇറ്റലിയിലാണ്. അപ്പോൾ അവിടെ
ഫാസിസ്റ്റ് നയങ്ങളുടെ പ്രധാന വക്താവ് ആരാണ്? മുസോളിനിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 1945 ഓഗസ്റ്റ് 9 അമേരിക്ക ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട അണുബോംബ് വർഷിച്ചത് എവിടെയാണ്? അപ്പം ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയും ക്ലൂ ഒക്കെ മതി നമുക്ക്. എവിടെയാണ്? നാഗസാക്കിയിലാണ്. നാഗസാക്കി ദിനം അല്ലേ ഓഗസ്റ്റ് 9 എന്നറിയപ്പെടുന്നത്? അതെ. അപ്പം 1945 ഓഗസ്റ്റ് 9 അമേരിക്ക ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട അണുബോംബ് വർഷിച്ചത് നാഗസാക്കിയിലാണെങ്കിൽ ഹിരോഷിമയിലെ പ്രത്യേകത എന്താണ്? ഹിരോഷിമയിൽ 1945 എപ്പോഴാണ്? ഓഗസ്റ്റ് 6 ഏത് ബോംബാണ്? അവിടെ ലിറ്റിൽ ബോയ് ആണ് അല്ലേ? ലിറ്റിൽ ബോയ്. ഓക്കെ, ലിറ്റിൽ ബോയ് എന്ന ബോംബാണ് അവിടെ വിക്ഷേപിച്ചത്. ഏത് ബോംബാണ് അത്? യുറേനിയം ബോംബാണ് കേട്ടോ. യുറേനിയം ബോംബാണ് ലിറ്റിൽ ബോംബ്. പക്ഷേ ഈ ഫാറ്റ്മാൻ എന്ന് പറയുന്നത് ഏതാണ്? പ്ലൂട്ടോണിയം ബോംബാണ്. പ്ലൂട്ടോണിയം ബോംബാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 60 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എപ്പോഴാണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ന് തോന്നുന്നു. ഓപ്ഷൻ ഡി ആണ് വരിക. 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ വീഡിയോ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് 60ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടന, അതായത് WTO അല്ലേ, അതിൽ അംഗമാവുന്നത്. എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്? ആസ്ഥാനം ജനീവയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അമേരിക്കയിലെ 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ വേദി ഏതായിരുന്നു? അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. കോണ്ടിനെൻ്റൽ സമ്മേളനങ്ങൾ പഠിച്ചിട്ടില്ലേ? അതിൽ 1ാമത്തത് എവിടെയാണ്? ഓപ്ഷൻ സിയും ഡി ഒന്നുമില്ല, ഇതിൽ തന്നെ ആൻസർ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല. ഓപ്ഷൻ എ ഏതാണ്? ഫിലാഡൽഫിയയിലാണ് അതിൻ്റെ വേദി എന്ന് പറയുന്നത്. അപ്പോൾ ജോർജിയയുടെ പ്രത്യേകത എന്താ അപ്പോൾ വരുന്നത്? അതെ, പങ്കെടുക്കാതിരുന്ന ഏക കോളനി ചോദിച്ചു കഴിഞ്ഞാൽ ജോർജിയാണ്. അതിൽ പങ്കെടുത്തിട്ടില്ല അല്ലേ? പങ്കെടുക്കാതിരുന്ന ഏക കോളനി ചോദിച്ചാൽ അത് ജോർജിയാണ്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയത് സാമുവൽ ആദംസ് ആണ്. സാമുവൽ ആദംസ് ആണ് അതിന് നേതൃത്വം നൽകുന്നത്. ഏതായിരുന്നു വർഷം? 1774 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. ഇനി അടുത്ത ചോദ്യം. കച്ചവടക്കാർ, എഴുത്തുകാർ, കർഷകർ എന്നിവരടങ്ങിയ ഫ്രാൻസിലെ എസ്റ്റേറ്റ്. അപ്പം ഇവർ ഏത് എസ്റ്റേറ്റിലാണ് വരിക? കച്ചവടക്കാർ, എഴുത്തുകാർ, കർഷകർ. ഓപ്ഷൻ സി 3ാമത്തെ എസ്റ്റേറ്റിലാണ് ഇവർ വരുന്നത്. 1 ആരാ വരുന്നത്? 1 പുരോഹിതന്മാരാണ് വരുന്നത്. 2 വരുന്നത് ആരാണ്? പ്രഭുക്കന്മാരാണ് വരുന്നത്. ഓക്കെ, ഇനി 26ാമത്തെ ചോദ്യം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും വർഷങ്ങളും ചുവടെ നൽകുന്നു. ഓക്കെ, അതിൽ നമുക്ക് ശരിയായതാണ് വേണ്ടത്. നിങ്ങൾക്കെല്ലാം കാണാലോ. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773 ശരിയാണ്. കൃത്യമായി പറയുവാണെങ്കിൽ 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 2 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ 1774 തന്നെയാണ്. അടുത്തത് 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 78 അല്ല, 1775 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. അപ്പം നമുക്ക് ശരിയായ ജോഡികളാണ് വേണ്ടത്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്, 3 തെറ്റാണ്. സോ 1ഉം 2ഉം മാത്രം ശരിയെന്ന് വരും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിൻ്റെ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന കേട്ടോ. 1 കർഷകർ നൽകിയിരുന്ന നികുതിയാണ് തിതെ എന്ന് പറയുന്നത്. ശരിയാണോ? അതെ, തിതെ എന്ന നികുതി പിരിച്ചിരുന്നത് പ്രഭുക്കന്മാരാണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, പ്രഭുക്കന്മാരല്ല. പിന്നെ എന്താണ് തിതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് ആക്ച്വലി എന്ത്?
നടത്തിയത് എന്ന് പറയുന്നത്. അപ്പം പ്രഭുക്കന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് വരും. ഇനി അടുത്തത്, അപ്പം ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തതും കൂടി വായിക്കാം. മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ നൽകേണ്ടിയിരുന്ന നികുതിയാണ് തൈല എന്ന് പറയുന്നത്. അതെ, തൈല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവർ സർക്കാരിന് നൽകിയിരുന്ന നികുതിയാണ് തൈല എന്ന് പറയുന്നത്. മധ്യവർഗമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. എല്ലാം ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റിപ്പോയത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആര്? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ സി ടിപ്പു സുൽത്താനാണ് വരുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ടിപ്പു സുൽത്താനാണ്. അദ്ദേഹം എവിടെയാണ് മരം നട്ടത്? ശ്രീരംഗപട്ടണത്താണ് മരം നടുന്നത് കേട്ടോ. ശ്രീരംഗപട്ടണത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏതാനും വസ്തുതകൾ ചുവടെ നൽകുന്നു. ഇതിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾക്ക് കാണാലോ. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. ഇനി ഞാൻ പറയാം. ഒന്നാമത്തത്, ജനകീയ പരമാധികാരം എന്ന ആശയം ലോകത്തിന് നൽകി. ശരിയാണോ? അതെ. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. അതും ശരി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അതും ശരിയാണ്. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറൽ രാഷ്ട്രം നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിലാണോ പഠിക്കുന്നത്? അല്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്താണ് ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി എന്നുള്ള പോയിന്റ് പഠിക്കുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ അധികാരവും ഒക്കെ നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം, അതാണ് ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം. ഓക്കെ, അത് ലോകത്തിന് നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നാലാമത്തത് തെറ്റായതുകൊണ്ട് തന്നെ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ചോദ്യം എത്തി. ബോക്സർ കലാപം അരങ്ങേറിയ രാജ്യം ഏതാണ്? എളുപ്പമാണല്ലോ. ഓപ്ഷൻ എ ചൈനയിലാണ് ബോക്സർ കലാപം അരങ്ങേറിയത്. ഏതാണ് വർഷം? 1900-ലാണ് ബോക്സർ കലാപം. അപ്പോൾ വിദേശാധിപത്യത്തിനെതിരെ ചൈനയിലെ രഹസ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന കലാപമായിരുന്നു ബോക്സർ കലാപം. ഓക്കെ, അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ഇനിയും അടുത്ത സെറ്റിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം തൊഴിൽ വാർത്തയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഈ വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഞാനത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് വേൾഡ് ഹിസ്റ്ററി കഴിഞ്ഞുകൊണ്ട് അടുത്തത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. LPUPക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലും ഈ സൈലത്തിൻ്റെ റാങ്ക് ഫയൽ ബേസ് തന്നെ ചെയ്തിട്ട് തന്നെയാണ് അതും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതും കൂടി ഞാൻ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.